രാമക്കൽമേട് പോകും. ഞാൻ അത് ഉദ്ദേശിച്ച് ഇവരോട് പറഞ്ഞു നമുക്കന്ന് അവിടെ പോകുന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ ആ ജീപ്പേ കയറി കൊണ്ടുപോയത്. എൻ്റെ പൊന്നു മക്കളെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. രാമക്കൽമേട് കമ്പത്തുനിന്ന് പോകണമെങ്കിൽ കുമിളി ചെന്നിട്ട് പോകാം. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, കമ്പംമേട്ട് വഴി പോയി. കാരണം വന്ന വഴി തന്നെ പോകാതെ കമ്പംമേട് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ചുരവും കയറി, ഞാനും പോയിട്ടില്ല ആ വഴിയിൽ, ഇവരും പോയിട്ടില്ല. അപ്പോൾ അവർക്കതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ചുരം കയറി പോകുന്നത്. വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ കമ്പംമേട്ടിലോട്ട് വന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പംമേട്ടിൽ 6ാമത്തെ വളവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടേക്കുവാണ്. കുറച്ച് നേരം ചുമ്മാ റിലാക്സ് ചെയ്തിരിക്കാനും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. ഇവിടെ മൊത്തം ഇല്ലി കാടുകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന നല്ല സ്ഥലമാണ്. കണ്ടതിൽ വെച്ച് എനിക്കിവിടെ സേഫായിട്ട് നിർത്താൻ പറ്റും. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ നാരോ റോഡാണ്. ഇത് കുറച്ച് നല്ല റോഡായതുകൊണ്ട് ഇവിടെ വണ്ടി ഒതുക്കിയിടാൻ സ്ഥലം കിട്ടി. അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് വീട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കൊള്ളാം കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ട് പോലെ നല്ല രസമുണ്ട്. ഇവിടെ കാണാനും കറക്റ്റ് ആ വളവ് നല്ല സ്പോട്ടാണ്. കറക്റ്റ് അവിടുന്ന് ആ വളവ് ഇങ്ങനെ കറഞ്ഞ് വരുന്നിടത്ത് നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ടോ, വണ്ടിയുടെ നല്ല സ്ഥലമുണ്ട്, അടിപൊളി. എനിക്കൊന്ന് ഇവിടെ മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല രസമായിരിക്കും കാണാൻ. അപ്പം ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ജീപ്പ് സവാരി പോവാണ്. മൂന്നാർ പോയിട്ടും വാഗമണ്ണ് പോയിട്ടും എല്ലാവരും കംപ്ലൈൻ്റ് ആയിരുന്നു, കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്. അതെന്നാലും ഇവിടെ പരിഹരിക്കാൻ പറ്റി. എന്തായാലും ഞങ്ങൾ ഒന്നിച്ചിവിടെ പോവാണ്. വണ്ടി ഓടിക്കുകയാണ്. അമ്മേ ഇവിടെ വരെ നമ്മുടെ കേരളം നമ്മുടെ റൈറ്റ് സൈഡിൽ കേരളവും ലെഫ്റ്റ് സൈഡിൽ തമിഴ്നാടുമാണ്. തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. ആണ്ടടി കാറ്റാടിപ്പാടം ദേവ്. നമ്മളീ പാറകളെ കയറുന്നത് എങ്ങനെയുണ്ട്? രണ്ടാമത് കിട്ടിയോ? പിടിച്ചിരുന്നാണ് അമ്മ പൊട്ടാനായിട്ട് അവിടെ ഇത് അമ്മ കമ്പി ഇല്ല. ഓ ഇതൊക്കെ അങ്ങോട്ടേക്ക് ദേവു ആ വ്യൂ ഉണ്ടോ? അത് അതെ കാറ്റെടുപ്പ താഴെ ഉണ്ടല്ലേ? ആ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ചോദിക്കാണ് മോനെ ഈ വഴി മുഴുവൻ കട്ട. അപ്പൊ ഞങ്ങള് ട്രക്കിങ് കയറി ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആമപ്പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്കാണ്. ആമപ്പാറ വ്യൂ പോയിന്റ് അത് അടിപൊളി സ്ഥലമാണ്, നല്ല കാറ്റാണ്. ഞാൻ ഇവിടെയൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും കുടുംബത്തിനും ഇത് വളരെ നല്ലൊരു അനുഭവമാണ്. പാസ് എങ്ങനെ 5 പേർക്ക് 125 രൂപ 5 പേർക്ക്. അപ്പോൾ ഒരാൾക്ക് 25 രൂപ. കൊള്ളാം. ഞങ്ങളിപ്പോ ആമപ്പാറ ഗുഹയ്ക്കകത്താണ് കയറാൻ പോകുന്നത്. അച്ഛനും അമ്മയോട് ഒരു പെണ്ണ് ദേവ് കയറുമോ നമുക്ക് നോക്കാം. ഇങ്ങനെ പോകേണ്ടത് നേരെ നിൽക്കുകയല്ലേ? അടിപൊളി. ഇങ്ങനെ അതിനെ നടക്കാൻ പറ്റില്ലേ? പോലാമോ? അവര് പോകുന്നുണ്ട്. ഒരു ഇമ്മിണി മണ്ണും കൂടെ എനിക്ക് വെച്ചിരുന്നെങ്കിൽ. അഭിയടി രാവിലെ പോയിട്ട് അഭിയത്ര നേരെ നടന്നു.
അതുവഴി ഇറങ്ങൂലേ പറ്റോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവിടെ പെടും ഇച്ചിരി കൂടെ ഉണ്ടായിരുന്ന പറ്റത്തില്ല. ദേവു എങ്ങനെയുണ്ട്? അച്ഛനും അമ്മയും പോയി നന്നായി അവര് പോയത്, അല്ലെങ്കിൽ അവര് ആശുപത്രി പോകണ്ട. മറ്റേ ഇതിന്റെ മണ്ടയ്ക്ക് കയറാൻ നോക്കുന്നുണ്ടോ? ദേവു എന്തിയടാ? ഫ്രണ്ടിലുണ്ട്. മുന്നോട്ട് കയറിയിരിക്കുക. അങ്ങോട്ട് കിടക്ക്, ഇങ്ങോട്ട് കിടക്ക്. ഉടുപ്പ് കയറിയിട്ട് ദേവു എങ്ങനെയുണ്ടായിരുന്നു? ദേവു അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി. ഞാൻ എന്നെ ഒരു ഇടപെടൽ പറയുമായിരുന്നു, എന്നെ ഒരു അഡ്വഞ്ചറൻസിന് ജീവിതത്തിൽ എവിടെ പോയാലും മറ്റേ ബിന്ദു അങ്ങനെയാന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു. നമ്മളങ്ങനെ ആമപ്പാറ വ്യൂ പോയിന്റിന്റെ വാച്ച് ടവറിൽ വന്നേക്കാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഞാൻ പറയേണ്ട കാര്യമില്ല, എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കാറ്റാണോ അല്ലേ ഒന്ന്. കാറ്റാ. രാമക്കല്ലിന്റെ വ്യൂ ആണ്. ആ മലയുടെ ടോപ്പിലാണ് നമ്മളിപ്പോ പോണത്. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡിനുള്ളിലാണ് നമ്മളിപ്പോ പോകുന്നത്. ഇത് കേരള ഇത് തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ ഒരു ഫോറസ്റ്റ് ആണ്, കോംബെ റിസർവ് ഫോറസ്റ്റ് എന്നാണ് ആ ഫോറസ്റ്റിന്റെ പേര്. തേനി ഡിസ്ട്രിക്റ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ മുകളിലേക്ക് പോവാം. നമ്മളിപ്പം നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടായ രാമക്കൽമേട് വ്യൂ പോയിന്റിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കണം. ഈ ട്രക്കിങ്ങിൻ്റെ വീഡിയോ എന്താ എടുക്കാത്തതെന്ന് അറിയോ? അതിലെങ്ങനെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ജീപ്പിനകത്ത്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് കേട്ടോ. അത് ഒരു വേലി കാണുന്നില്ല അവിടെ, ആ വേലിക്ക് അപ്പുറത്തോട്ടാണ് കേരളം വരുന്നത്. ഇപ്പുറത്തോട്ട് തേനി ഡിസ്ട്രിക്റ്റിന്റെ കോംബെ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിനുള്ളിലാണ് ഈ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താഴെ പോയി നമുക്കത് കാണാം. വാ. അതെ, എന്റെ മോനെ, കൊച്ചിനെ മാറ്റി കേട്ടോ, ഇങ്ങോട്ട് നീങ്ങുന്ന മതി. എന്റെ മോനെ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, അതിമനോഹരമായ വ്യൂ ആണ് ഈ രാമക്കൽമേട് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അയ്യോ, ഒരു രക്ഷയില്ല. എന്താ പറയുക, ഒരു ഗാലറി വെച്ചേക്കുന്ന, ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്നല്ലോ ഇവിടെ കാണാനായിട്ട്. ഇത് കണ്ടോ, ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്ന പോലെ നോക്കിക്കേ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് രാമക്കൽമേടിലല്ലേ? രാമക്കൽമേട് ആ കാണുന്ന കല്ലിലാണ് രാമക്കൽമേട് എന്നറിയപ്പെടുന്നത്. അതൊരു ഐതിഹ്യത്താലാണ് പറയപ്പെടുന്നത്. പണ്ട് ശ്രീരാമൻ വനവാസകാലത്ത് ഇവിടെ വന്നിരുന്നു എന്നും അതിന്റെ പൊക്കത്തിൽ കയറുന്നു രാമന്റെ കാൽപാദം പതിഞ്ഞു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രാമക്കല്ല് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ആ കല്ലും ഈ കല്ലും സീ ലെവലിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് രണ്ടും സെയിം ഹൈറ്റ് ആണ്. നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി നടന്നു വന്ന ഭാഗം മൊത്തം തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. രാമക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം എന്താ കാണുന്ന കേരളത്തിനുള്ളിലാണ്, കണ്ടല്ലേ? ആ കേരളത്തിന്റെ ബോർഡറിൽ തൊട്ട് ഇങ്ങോട്ട് തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിൽ നിന്ന് 1 കിലോമീറ്റർ ടോപ്പിലേക്ക് നടന്നാൽ മാത്രമേ അതിന്റെ ടോപ്പിലേക്ക് എത്താൻ കഴിയുള്ളൂ. ടോപ്പിലേക്ക് കയറണമെങ്കിൽ 3 സൈഡ് ഒരേപോലെ ഡീപ്പായിട്ടുള്ള കൊക്കയാണ്. ഒരു സൈഡിൽ കൂടെ മാത്രമേ അതിന്റെ ടോപ്പിലേക്ക് കയറാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ കാറ്റാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ശക്തിയിൽ കാറ്റ് വീശിയ സ്ഥലം നമ്മുടെ രാമക്കൽമേടാണ്. അതുപോലെ ഞാൻ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ താഴെ ഒരു കെട്ടിടം കാണുന്നുണ്ടോ? അവിടം വരെ തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആണ്. അതിന് അപ്പുറത്തോട്ട് അവരുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ആ കെട്ടിടത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരു ക്ഷേത്രമാണ്. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിക്കപ്പെട്ട രംഗനാഥ കോവിൽ എന്ന പേരുള്ള മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ രൂപസാദൃശ്യമുള്ള ഒരു ക്ഷേത്രമാണ് കാണുന്നത്. അതിന്റെ പ്രത്യേകത വർഷത്തിൽ 5 ദിവസം മാത്രമേ അത് തുറക്കുള്ളൂ. വർഷത്തിൽ 5 ദിവസം മാത്രം, കന്നിമാസത്തിൽ 5 ശനിയാഴ്ച മാത്രം തുറന്ന് ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണ് കാണുന്നത്. അതിനപ്പുറത്തോട്ട് അവരുടെ കൃഷിയിടങ്ങളാണ്. ഈ തമിഴ്നാട്ടിലുള്ള പൊതുവെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. എന്നിട്ട് അതിന് ചുറ്റും അവർ വ്യവസായ സ്ഥാപനങ്ങളും കൃഷികളും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ കൃഷിയിടങ്ങളാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ ഓരോരോ കൂട്ടങ്ങളും ഓരോരോ പട്ടണങ്ങളാണ്.
അവരുടെ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത്. ആ ബോർഡ് പോലെ ലൈനായിട്ട് നിൽക്കുന്ന മരങ്ങൾ കണ്ടില്ലേ, അത് വലിയ വാളൻപുളി മരങ്ങളും അതുപോലെ മാവിൻ തോട്ടങ്ങളും ഒക്കെയാണ് ആ കാണുന്നത്. ഈ സെന്ററിൽ കൂടെ റോഡ് കാണുന്നില്ലേ, അതിന്റെ ഇരുവശങ്ങളിലായിട്ടും കാണുന്ന കുറ്റിച്ചെടികളെ തെങ്ങും തോപ്പുകളാണ്. ഇളം പച്ചക്കളറിൽ കാണുന്ന ഓരോ കളങ്ങളും കണ്ടില്ലേ, അത് വെണ്ടയ്ക്ക, വഴുതനങ്ങ, പാവയ്ക്ക, തക്കാളി പോലുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ് കാണുന്നത്. പുതുതായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ആ പല കളർഫുൾ ആയിട്ട് കാണുന്നത്. ഇവിടെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മുഴുവൻ വെള്ളവും നമ്മുടെ മുല്ലപ്പെരിയാറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ആ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന മലയുടെ തൊട്ടിപ്പുറത്ത് ഒരു ചെക്കിടാൻ പോലൊക്കെ കാണാം. അപ്പൊ അങ്ങനെ പല സ്ഥലത്ത് ഇവര് ജലം ശേഖരിച്ചു വെച്ചിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാറ്റാടി പദ്ധതികളുള്ള ഇപ്പൊ പുതുതായിട്ട് കാറ്റാടി പദ്ധതികളാണ്. അങ്ങോട്ട് ദൂരോട്ട് നോക്കിയാൽ കാണാം, ലോങ്ങിൽ ഒത്തിരി കാറ്റാടി നിൽക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ആ മേഘം കയറി കിടക്കുന്ന മലകൾ കണ്ടില്ലേ, അത് മൂന്നാറിന്റെ മലകളാണ്. അവിടെയൊക്കെ ആനയും ഒക്കെ ഉള്ളതാണ്. അതായത് മതികെട്ടാൻ ഷോലൊക്കെ ആ സൈഡിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫോഗ് കയറി നിൽപ്പുണ്ട്. നല്ല ക്ലിയർ ആണ്. നമുക്ക് കൊടൈക്കനാൽ വരെ നമുക്ക് ഇവിടെ ഫുൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് ഈ റേഞ്ച് നോക്കി അങ്ങ് കാണുന്ന മലകൾ കണ്ടില്ലേ, ആ മേഘം തൊട്ട് നിൽക്കുന്നത്, അതാണ് മേഘമല എന്ന് പറയുന്നത്. നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുവിട്ട മലയില്ലേ, അരിക്കൊമ്പനെ കൊണ്ടുവിട്ടേക്കുന്ന അവിടെ, അരിക്കൊമ്പനെ കൊണ്ടുവിട്ടേക്കുന്ന അവിടെയാണ്. അതുപോലെ കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, വർഷത്തിൽ ഒരിക്കൽ മാത്രം സ്ഥിതി ചെയ്യുന്ന പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഒരിക്കലേ തുറക്കുള്ളൂ പറകി. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് മുതൽ ഈ കുറവൻകുറത്തി സ്റ്റാച്യുവിന്റെ മുകളിലേക്ക് കണ്ടില്ലേ, അത് കുറവനും കുറച്ച് 2 കുട്ടികളും ഒരു പൂവൻകോഴിയാണുള്ളത്. ഈ കേരളത്തിൽ തന്നെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ടപ്രതിമകളിൽ ഒരെണ്ണമാണ് ആ കുറവൻകുറത്തി സ്റ്റാച്യു. അതിന്റെ ബാക്ക് സൈഡിൽ ഒരു വേഴാമ്പലിന്റെ വാച്ച് ടവർ ഒക്കെ ഉണ്ട്. ആ വാച്ച് ടവറെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കമ്പം ടൗണിന്റെ വ്യൂ ആണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. അപ്പൊ ഇത് ഇവിടെ അവിടെ കയറി നിന്നാൽ കുറച്ചുകൂടെ അടുത്ത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഈ മലയെക്കാളും ഹൈറ്റ് കുറവാണത്. അതിപ്പോ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് അവിടെ നിന്നാൽ കാണാൻ കഴിയും. അവിടെ കിടക്കുന്ന മറ്റേ ബൊലേറോ ഇല്ലേ, അത് 4x4 ആണ്. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ലാസ്റ്റ് പോയിന്റാണ് കുറവനും കുറവത്തിയും സ്റ്റാച്യു പോയിന്റ്. അവിടെ വന്നിരിക്കുകയാണ്. നമ്മളെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ ജീപ്പിലെ ചേട്ടൻ പോയി. അടിപൊളിയാണ് കേട്ടോ. ആ ചേട്ടൻ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറയുക, വയ്യ അതുകൊണ്ടെന്ന് പറയാം. കാരണം ആ എക്സ്പീരിയൻസ് ഇങ്ങനെ മനസ്സിൽ കിടക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റ് എത്തി. നമ്മുടെ ഈ ഫോണിലാണ് ചാർജും ഇല്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ, രാമക്കൽമേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജീപ്പ് ട്രക്കിങ് പോയെങ്കിൽ മാത്രമേ, ജീപ്പ് സഫാരി എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ ആമപ്പാറയും അങ്ങനെയുള്ള രാമക്കൽമേട് വ്യൂ പോയിന്റ് ഒക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അന്യായ സ്പോട്ട്. ആ ജീപ്പ് സഫാരി എല്ലാം അടിപൊളിയാണ്. ഇതാണ് കുറവനും കുറവത്തി. രാമക്കൽമേട് വരുമ്പോഴത്തേക്കിനും എല്ലാവരും ഒന്ന് കാണുന്നൊരു സ്പോട്ടാണ് കുറവനും കുറവത്തി ഇരിക്കുന്ന സ്റ്റാച്ചു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റ് തന്നെയാണ്. അതെ, നമ്മൾ നേരത്തെ പോയ രാമക്കൽമേടാണത്. അവിടാണ് രാമക്കൽമേട് വ്യൂ പോയിന്റ് ഉണ്ട്. അവിടാണ് ആമപ്പാറ. താഴെ നോക്കുമ്പോഴത്തേക്ക് ആ കമ്പന്തേനി പോലുള്ള പ്രദേശങ്ങളിലെല്ലാം അതിമനോഹരമായ വ്യൂവും ഇവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ രാമക്കൽമേട്ടിൽ നിന്നും പോവുകയാണ്. പിന്നെ ഉച്ചഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ഡെസ്റ്റിനേഷൻ, ബാക്കിയുള്ള സ്പോട്ടിലൊക്കെ ഞങ്ങൾ പോകും. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഉച്ച വരെയുള്ള നമ്മുടെ ട്രിപ്പ്? നല്ല പരിപാടി. അടിപൊളിയല്ലായിരുന്നോ? ഉച്ച വരെ അടിപൊളിയല്ലായിരുന്നോ? ഞങ്ങൾ അന്ന് ഒരു തൊഴിലുറപ്പിന് ഒരു ദിവസം രാമക്കൽമേട് പോകും. ഞാൻ അത് ഉദ്ദേശിച്ച് ഇവരോട് പറഞ്ഞു നമുക്കന്ന് അവിടെ പോകുന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ ആ ജീപ്പേ കയറി കൊണ്ടുപോയത്. എൻ്റെ പൊന്നു മക്കളെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അങ്ങനെ നമ്മൾ രാമക്കൽമേട് കുറവനും കുറവത്തി സ്റ്റാച്ചുവും കണ്ടു. ഇവിടുത്തെ പല വിഷ്വൽസ് നിങ്ങൾ കാണിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ചാർജില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് വീഡിയോ ഞാൻ ഇടുന്നത്. പക്ഷേ അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു 1 ഡേ ട്രിപ്പ് തന്നെയാണിത്. നമ്മൾ ചങ്ങനാശ്ശേരിക്കാർക്ക് നേരെ കമ്പത്ത് വന്നു, കമ്പംമേട്ട് വഴി നേരെ രാമക്കൽമേട് വന്ന് ബാക്കിയുള്ള സ്ഥലങ്ങൾ കണ്ട് തിരിച്ച് ചങ്ങനാശ്ശേരി. ഞാൻ മിക്കവാറും പോകുന്ന കാറ്റാടിപ്പാടം ചെന്ന്, കാറ്റാടിപ്പാടത്ത് നിന്ന് കട്ടപ്പന കുട്ടിക്കാനം വഴിയാണ് വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനിയുള്ള വീഡിയോസ് ചിലപ്പം വരാതിരിക്കാം. വരുവാണെന്നുണ്ടെങ്കിൽ നല്ല വിഷ്വൽസ് ഉറപ്പായിട്ടും കാണിച്ചു തരും. കാരണം ഫോൺ ചാർജില്ല. എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ വേണം ഫോൺ ചാർജ് ചെയ്തിടാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും
കാത്തിരിക്കുക.